രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നിശ്ചയമായിട്ടും നമ്മുടെ ഈ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ ഒരു ഇടക്കാല ആശ്വാസമാണ് ഈ വിധിയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 13,608 കോടി രൂപ നമ്മുടെ ഖജനാവിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കടന്നു പോകുന്നൊരു സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? ഏതാണ്ട് 6,000 കോടി രൂപ പ്രതിമാസം നമുക്ക് ശമ്പളമായും പെൻഷനായും മാത്രം നൽകണം. ഇപ്പോൾ ഒരു വലിയ വിഭാഗത്തിന് ശമ്പളം കിട്ടിയിട്ടില്ല. കിട്ടുന്നവർക്ക് തന്നെ പൂർണ്ണമായും അത് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അതുപോലെ തന്നെ കരാർ കുടിശ്ശികക്കാരുണ്ട്, ക്ഷേമ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകേണ്ടതുണ്ട്, ബാങ്ക് വായ്പകൾ നമുക്ക് തിരിച്ചടയ്ക്കേണ്ടതുണ്ട്, പ്ലാൻ ഫണ്ടിലേക്ക് പൈസ കൊടുക്കേണ്ടതുണ്ട്. ഒരു വലിയ തുക ഏതാണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 35,000 കോടി രൂപയോളം ആവശ്യമായിട്ട് തന്നെയുണ്ട് ഈ വർഷം അവസാനിക്കുമ്പോൾ. അപ്പോഴാണ് ഈ 13,608 കോടി രൂപ നമ്മുടെ ഖജനാവിലേക്ക് വരുന്നത്. തുടർന്ന് 15,000 കോടി രൂപ കൂടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച ചർച്ച നടക്കുന്നു. ചിലപ്പോൾ അനുകൂലമായൊരു തീരുമാനം അക്കാര്യത്തിൽ ഉണ്ടായേക്കാം. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് കരകയറാൻ കഴിയും. ഇതാണ് ആദ്യത്തെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. അത് സുപ്രീം കോടതി ഇന്ന് ഫെസിലിറ്റേറ്റ് ചെയ്തു എന്നുള്ളതിന് കേരളീയരായ നമുക്കെല്ലാവർക്കും സുപ്രീം കോടതിയോടൊരു കടപ്പാട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ അരുണും നികേഷും സൂചിപ്പിച്ചതുപോലെ ഈ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്ത് കേരളം ഇന്ന് വളരെ നിർണായകമായൊരു ചുവടുവെപ്പ് വെക്കാൻ സുപ്രീം കോടതിയിൽ അതിനൊരു വഴിയൊരുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ആർട്ടിക്കിൾ 131 പ്രകാരമാണ് നമ്മൾ പോയിരിക്കുന്നത് കോടതിയിലേക്ക്. അങ്ങനെ പോകുമ്പോൾ കേന്ദ്രത്തിൻ്റെ നിലപാടുകൾക്കെതിരെ ഒരു സംസ്ഥാനത്തിന് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നമ്മുടെ ഭരണഘടനാപരമായ അവകാശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പോയത്. എന്നാൽ ആ പോയ സമയത്ത് കോടതി തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാരുമായിട്ടൊന്ന് ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ പരിഹരിക്കൂ. അതിൻ പ്രകാരം നമ്മളൊരു ചർച്ച നടത്തിയിരുന്നു അല്ലേ? ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ നേരിട്ട് പോയിട്ട് ഡൽഹിയിൽ ആ ചർച്ച നടത്തി. അപ്പോൾ എന്താണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്? കേന്ദ്ര സർക്കാർ ഒരു ഉപാധി മുന്നോട്ട് വയ്ക്കുക. നിങ്ങൾ കോടതിയിൽ നിന്ന് ഈ കേസ് പിൻവലിച്ചിട്ട് വരൂ, അപ്പോൾ ഞങ്ങൾ ഈ 13,608 കോടി രൂപ തരാം. ഇത് കേന്ദ്ര സർക്കാർ വയ്ക്കുന്നൊരു ഉപാധിയാണ്. സാധാരണ ഈ അതിർത്തി തർക്കമൊക്കെ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്താൽ ഈ അതിർത്തി അപ്പുറത്തുള്ള ആൾ പറയുമല്ലോ, ആ കേസ് പിൻവലിച്ചിട്ട് വന്നാൽ നമുക്ക് ഇതങ്ങ് സെറ്റിൽ ചെയ്യാമെന്ന് പറയുന്നത് പോലെ ഇതൊരു ജന്മി കുടിയാൻ ബന്ധമല്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ അടിയാളനെ പോലെ നിൽക്കുന്ന ഒന്നല്ല നമ്മുടെ ഭരണഘടനാ പ്രകാരം സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങളെല്ലാം കൂടി ചേർന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു ഫെഡറൽ നേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു മുകളിലൊരു അധികാരിയും അതിന് താഴെ കുറേ കുടിയാന്മാരും എന്ന രീതിയിൽ നമ്മളെ നോക്കണ്ട, സംസ്ഥാനങ്ങളെ ഒന്നും തന്നെ നോക്കണ്ട. അപ്പോൾ ആ കാര്യത്തിലൊരു വ്യക്തത ഇന്ന് സുപ്രീം കോടതി വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് എന്താണ് അറ്റോർണി ജനറൽ അവിടെ പറഞ്ഞത് ഈ കേസിനകത്തൊരു ഇടക്കാല ഉത്തരവ് ഉണ്ടാവരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം പ്രീസിഡൻ്റ് ആകുമെന്നുള്ളത് മാത്രമല്ല, അത് പൊളിറ്റിക്കലി ഉപയോഗിക്കപ്പെടും എന്നുള്ളതാണ്. എന്താണ് കേന്ദ്ര സർക്കാർ ഈ പൊളിറ്റിക്കലി ഉപയോഗിക്കപ്പെടും എന്ന് പറയുന്നത്, രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടും എന്ന് പറയുന്നത് നമ്മളിന്ന് ചോദിച്ച ചോദ്യമാണ്. കേന്ദ്രത്തിന് തിരിച്ചടിയോ? ഇപ്പോൾ ഒരു ഉത്തരവ് വന്നിരുന്നുവെങ്കിൽ നാളെ എല്ലാ പത്രങ്ങളും കേന്ദ്രത്തിന് തിരിച്ചടി എന്ന് പറഞ്ഞ് തന്നെ എഴുതും. നമ്മുടെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും അങ്ങനെ തന്നെ എഴുതും. അങ്ങനൊരു സാഹചര്യം ഉണ്ടാകേണ്ട. ഇപ്പോൾ ഈ ഇലക്ഷനിലേക്കൊക്കെ പോകുന്ന സമയത്ത് വലിയൊരു വിജയം സംസ്ഥാന സർക്കാരിന് വരികയാണെങ്കിൽ ആ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന പാർട്ടിയും കേരളത്തിലൂടെ മത്സരിക്കുന്നുണ്ട്. അപ്പം കേന്ദ്രം കേരളത്തോട് അവഗണന കാണിച്ചുവെന്നും ആ അവഗണനയ്ക്കെതിരായി സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നും വന്നാൽ സ്വാഭാവികമായിട്ടും അവരുടെ സാധ്യതകളെ അത് വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ അങ്ങനൊരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതിനൊരു ഇടക്കാല ഉത്തരവ് വേണ്ട എന്ന് അവിടെ ആവശ്യപ്പെടുന്നത്. എന്നിട്ടാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ സുപ്രീം കോടതി എന്ന് ചോദിച്ച 2-3 കാര്യങ്ങൾ വളരെ സുപ്രധാനമാണ്. എന്തുകൊണ്ടാണ് ഒരു സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിലെ എതിരായിട്ടൊരു നിലപാടുണ്ട് എങ്കിൽ അതുമായി കോടതിയിൽ വന്നുകൂടാത്തത്? അവർക്കതിന് വരാനുള്ള അവകാശമുണ്ട് എന്ന് കോടതി പറയുമ്പോൾ നമ്മുടെ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ഒരു വലിയ ഭരണഘടനാ തത്വം ഉയർത്തിപ്പിടിക്കുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. ആ അർത്ഥത്തിൽ അതാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. ഇപ്പോൾ ഈ 13,608 കോടി രൂപ അന്യഥ അവർ കൊടുക്കാൻ തീരുമാനിച്ചൊരു പൈസയാണ്. അതിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷം അതങ്ങോട്ട് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ന് സുപ്രീം കോടതി ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരാണ്. ഏറ്റവും അവസാനം ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്? അൺകോൺസ്റ്റിറ്റ്യൂഷണലായ ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാർ ചെയ്തതെന്നാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വിധി വരുന്നത്. ഇവിടെ എന്താണ്? സാമ്പത്തികമായിട്ട് മറ്റ് ഈ സംസ്ഥാനങ്ങളോട് വിവേചനം കാണിക്കാൻ പാടില്ല. ഇനി അത്തരത്തിൽ എന്തെങ്കിലും വിവേചനം അനുഭവിക്കുന്നു എന്നൊരു സംസ്ഥാനത്തോട് തോന്നിയാൽ അവർക്ക് സുപ്രീം കോടതിയിലേക്ക് വരാനുള്ള അവകാശമുണ്ട്. സുപ്രീം കോടതി അത് കേൾക്കും, അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുന്നു. സുപ്രീം കോടതി ഏകകണ്ഠനാ ബെഞ്ച് പറയുകയാണ് അത് നിശ്ചയമായും കേന്ദ്ര സർക്കാരിനുള്ളൊരു താക്കീതാണ്. കാരണം വളരെ ശക്തമായ ആക്ഷേപങ്ങൾ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാരിനൊരു വിവേചനമുണ്ട് എന്ന് വിവിധ സംസ്ഥാനങ്ങൾ, കേരളം മാത്രമല്ല കേട്ടോ ഇത് പറയുന്നത്, കേരളം മാത്രമല്ല പറയുന്നത്, പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. ഗ്രാൻഡ് അനുവദിക്കുന്നതിനകത്ത് തടസ്സങ്ങൾ കൊണ്ടുവരുന്നു. ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇപ്പം നമുക്കറിയാമല്ലോ ഏതാണ്ട് 7 ലക്ഷം കോടി രൂപയോളമാണ് സെസ്സും സർചാർജും വഴി സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കേന്ദ്രം പിരിച്ചുകൊണ്ട് പോകുന്നത്. ഇത് നോൺ പ്ലാൻ ഫണ്ട് വഴിയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്.
പ്ലാൻ ഫണ്ട് ബഡ്ജറ്റിൽ വരുന്നതാണ്, അത് അലോക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. നോൺ പ്ലാൻ ഫണ്ട് എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്നൊരു പൈസ ആർക്കൊക്കെ കൊടുക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് തന്നെ തീരുമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അങ്ങനെ വിവിധ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിൽ ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ഒരു നല്ല ഓഹരി നമുക്ക് കിട്ടുന്നില്ല, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും കിട്ടേണ്ട അവകാശം പല തരത്തിൽ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് വരുന്നത്. ആ സമയത്താണ് ഇത്തരത്തിലൊരു വളരെ നിർണായകമായ വിധി വന്നിരിക്കുന്നത്. ആ വിധി വളരെ പ്രസക്തമായ വിധിയാണ്. ഇതുകൊണ്ടൊന്നും കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അവസാനിക്കില്ല എന്ന കാര്യം വ്യക്തമാണെങ്കിൽ കൂടിയും ഇന്നത്തത് ഭരണഘടനാ തത്വം ആയിട്ടുള്ള കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സുപ്രധാനമായ സുപ്രീം കോടതിയുടെ നിരീക്ഷണമാണ്, വിധിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഒരു ഇടപെടലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിശ്ചയമായും കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.